ഇതൊക്കെ തെറ്റാണ്. അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടിയിരുന്നു. ആലോചിക്കാണ്ട് ഇത്രയും ദൂരം വന്നതിന് ശേഷം തെറ്റിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. റൗഡി ബേബി. ഞാൻ എന്തിനാ റൗഡി ബേബി എന്ന് പറയുന്നേ? എന്താ വെളി പറഞ്ഞൂടെ? പ്രേമിക്കുന്നുണ്ടോ? ഉള്ളത് ഒരു ജീവനാ, ഇതിൽ എന്ത് പ്രേമമൊക്കെ? പ്രണയമല്ലേ ജീവിതം. ആയി, ഇതിന് മേലെ സംസാരിക്കരുത്, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അയ്യോ, ഈ താജ്മഹൽ പണിഞ്ഞ ഷാജഹാനില്ലേ, അവൻ എനിക്ക് മുന്നേ ആ താജ്മഹൽ അങ്ങോട്ട് പണിഞ്ഞു. അയ്യോ, എനിക്കിപ്പോ നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കെട്ടണമല്ലോ. ആദ്യം നിങ്ങളുടെ അരയിലിരിക്കുന്ന മുണ്ടൊന്ന് കെട്ട്. അത് അതിന്റെ പണി നോക്കുമ്പോ നമുക്ക് നമ്മുടെ പണി നോക്കാലോ. ഇപ്പൊ നീ മിണ്ടാണ്ടിരിക്കാൻ നിന്റെ വാ ഒന്ന് അടയ്ക്കണം. പേര് എത്ര എഴുതാൻ പോകുന്നേ? 1 lakh. ഒന്നേ ഉള്ളൂ. അതിന്റെ തെയ്യൂലേ? ഇതാ നോക്കിയേ, നിന്റെ തലയ്ക്ക് 10,000, നിന്റെ കണ്ണിന് 20,000, ചുണ്ടിന് 50,000, കാതിന് 20,000. സത്യം പറഞ്ഞ 1,000 രൂപ എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്. നിനക്കറിയാമോ? എനിക്ക് പാട്ട് പാടിയാലാണേ മൂടൊന്നും വരുത്തുള്ളൂ. പറഞ്ഞേ, തൊട്ടാൽ പൂ മലരും. അയ്യോ, മലരും മലർന്നല്ലോ. തൊട്ടാൽ പൂ മലരും. മലരെ തൊട്ടാ എനിക്ക് ഉറക്കം വരും. ഇങ്ങനെ കളിക്കല്ലേ. നമ്മളൊരു ചെറിയ പരിപാടിക്ക് വന്ന സമയത്ത് നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ എങ്ങനെയാ പിന്നെ? എനിക്ക് തൊട്ടാൽ പൂ മലരും. തൊട്ടാ എനിക്ക് ഉറക്കം വരും. എന്ത് കഷ്ടമായത്. പോലീസിലാണെങ്കിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഈ 3 പെൺകുട്ടികളെയും ഈ അവസ്ഥയിലാക്കിയവനെ നമ്മളിതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതാരായാലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനിട്ടാണ് പണിതുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ? സർ, എൻ്റെ അറിവിൽ ഇവൻ ഈ ഒരു കുട്ടിയെ മാത്രമാണ് ചീറ്റ് ചെയ്തിരിക്കുന്നത് സർ. മറ്റു പെൺകുട്ടികളൊക്കെ ഇവൻ്റെ ഫേക്ക് ഫേസ്ബുക്ക് ഐ ഡിയിൽ വീണവരാണ്. ഓക്കെ, ഇതിന് പറ്റിയ ആള് കരുണാകരനാണ്. അയാൾ വന്നാൽ മാത്രമേ ഇതുപോലുള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുള്ളൂ. സാർ വരൂ സാർ. എങ്ങനെ ഉണ്ടായിരുന്ന പൊള്ളാച്ചിയായിരുന്നു. ഇപ്പൊ പോലീസുകാർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഫയൽ സാർ. മലർവിഴി, ഈ പെണ്ണിന്റെ അച്ഛൻ ആരാ? എനിക്കൊന്ന് കാണണമല്ലോ. അവര് പൂക്കാടിലാ സാർ ഇരിക്കുന്നത്, കാണാം. എന്ത് അടിപൊളി കാഫി ആയിരുന്നല്ലേ. ഇങ്ങനെ നോക്കാതെ പറഞ്ഞ നീ നോക്കിക്കോ, ഒരു ദിവസം ഞാനും വലിയൊരാളാവും. അതെ അതെ, ഉറപ്പായിട്ടും വലിയ ആളാവും. ബട്ട് വലിയ ലെവലിലോട്ടൊന്നും പോകത്തില്ല. എങ്ങനെ എൻ്റെ കൈ കിട്ടിയാണ്ടല്ലോ, അറവുമാടിനെയൊക്കെ കണ്ടിക്കുന്നവരെ ഞുറിഞ്ഞുറിഞ്ഞുറി കണ്ടിച്ച് അച്ചാറിടും. നോക്കിക്കോ.
ഈ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെടുമല്ലേ? എന്ത് കഷ്ടപ്പാടല്ലേ നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ. സർ, ഇവർ മലർവിഴിയുടെ അച്ഛനാ. മലർവിഴിയുടെ ഫാദറോ? മലർവിഴിയുടെ ഫാദർ ഞാനല്ല. മലർവിഴിയുടെ വീട് ഇതല്ല. അല്ല. വാട്ട്സ് ദിസ്? ഒരു മിനിറ്റ് സർ. സർ, നിങ്ങൾ സ്റ്റേഷനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഇവർ അന്വേഷണത്തിന് വന്ന പുതിയ ഓഫീസറാ. ഓഹോ, ചില സിനിമകളിൽ പറയുമല്ലോ അന്വേഷണം ആദ്യം മുതൽ തുടങ്ങാന്ന് പറയുമല്ലോ. അതുപോലെ തുടക്കം കുറിക്കാൻ വന്ന ഓഫീസറാണല്ലേ? സാറേ, അങ്ങനെയൊന്നുമല്ല സാറേ. അങ്ങനെയാണ് സാർ, അങ്ങനെ തന്നെ. നിങ്ങൾ എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഇതാ അന്വേഷിക്കുന്നു, ഇതാ കണ്ടുപിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വലിപ്പിച്ച് കളയും. ഇങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നാ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശല്യം ചെയ്യുന്നേ? വിവരം കിട്ടി ഞങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞ് ഞങ്ങളുടെ മേലെ ദേഷ്യപ്പെടും. അങ്ങനെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നേ? സാറേ, നിങ്ങൾക്കുണ്ടാകുന്ന ദേഷ്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്ന് സാറേ, പോ സാർ. അതൊന്നും പറഞ്ഞ സാറിന് മനസ്സിലാവില്ല. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ കോർട്ടും കേസുമാണ്. മകളെ കാണാതായ വിഷമം എങ്ങനെ അറിയാനാ? മാഡം, ഞാനൊരു പോലീസ് ഓഫീസർ മാത്രമല്ല, ഞാനൊരു മകളുടെ അച്ഛൻ കൂടിയാണ്. ആര്? താങ്കളാ? ഒരു മകളുടെ അച്ഛനാ? സാർ, ഇത് നിങ്ങളുടെ മകൾക്കാണ് നടന്നിരുന്നെങ്കിൽ അവനെ കണ്ടുപിടിച്ചില്ലാണ്ടാക്കി ഉണ്ടാവില്ലേ? ആ തുടിപ്പും വേഗം എന്താ എന്റെ മകളിൽ ഇല്ലാത്തത്? മറ്റുള്ള പെൺകുട്ടികളിൽ എന്താ ഇല്ലാത്തത്? പറയൂ സാർ. ആ കൊലയാളിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങളുടെ കൺമുമ്പിൽ നിർത്തുന്നവരേക്കും നിങ്ങളുടെ വേദനയ്ക്ക് മരുന്ന് കിട്ടില്ല എന്ന് എനിക്കറിയാം. എനിക്കൊരൊറ്റ ചാൻസ് തരൂ. നിങ്ങളുടെ മകളെ കാണാതെ പോയ ദിവസം എപ്പോഴാണോ വീട് വിട്ട് ഇറങ്ങിയത്, എവിടേക്ക് പോകുന്ന പറഞ്ഞത്, അവസാനമായിട്ട് എപ്പോഴാണ് നിങ്ങളടുത്ത് സംസാരിച്ചത്? ജൂലൈ മാസം 10-ാം തീയതി സാർ. നിങ്ങളുടെ മകള് ഇന്റർവ്യൂവിന് പോയ കമ്പനിയുടെ പേര്? ഇന്ദ്ര ടെക്സ്റ്റൈൽ സാർ. കാലത്ത് 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് സാർ. അതാണ് അവസാനമായി അവളെ കണ്ടത് സാർ. അതിനുശേഷം അവൾ വന്നിട്ടില്ല സാർ. നോട്ട് ചെയ്തില്ലേ? നോട്ട് ചെയ്തു സർ. ഓക്കെ സർ, എത്രയും പെട്ടെന്ന് നല്ലൊരു വാർത്തയോട് കൂടി നമുക്ക് നേരിട്ട് കാണാം. പോയിട്ട് വരാം. നീ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വേറൊരുത്തൻ എന്നെ കൊത്തിക്കൊണ്ടു പോവും. എന്തുപടി പറയുന്നേ? പിന്നെ എന്താടാ, വെള്ളം അടിച്ചിട്ട് നാട് മൊത്തം ചുറ്റുന്ന. എന്റെ അച്ഛനും അമ്മയ്ക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ നോക്ക്, ഞാൻ വന്നിട്ട് ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന. ആ ശരി, ഇപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? IPS ആവാനുള്ള ലക്ഷ്യമൊക്കെ ഓക്കെ. ഉറപ്പായിട്ട് നീ ജയിക്കും. അതുവരെയെങ്കിലും നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോ. ജോലിക്കോ? ആദ്യം കുടിക്കത്തില്ലെന്ന് സത്യം ചെയ്. ശരി, എനിക്കൊരു ഉമ്മതാ. ശരി, തരാം. പക്ഷേ സത്യം ചെയ്യണം. സത്യമായിട്ട് സത്യം ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. കൽപ്പന മാഡം എവിടെ ഉള്ളത്? കൽപ്പന മാഡം ആ റോസ് കളർ സാരിയാണ് സാർ. എന്നാ ശരി. മാഡം, വെട്രി അപർണ പറഞ്ഞില്ലായിരുന്നോ? അത് നിങ്ങളാണോ? അതെ, ഞാൻ തന്നെയാ. നിങ്ങളെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിന് മാത്രം എന്താ പറഞ്ഞേ? കള്ളു കുടിച്ച് കറങ്ങി നടക്കുകയാണെന്നാ പറഞ്ഞേ. വേറെ എന്താ പറഞ്ഞേ? 1000-2000 വേണോന്ന് ഭിക്ഷ ചോദിക്കുന്നു. വേറെ അകത്തേക്ക് വരൂ. നിങ്ങളെ തന്നെ വിളിക്കുന്നത്. ചെല്ല് ചെല്ല്. ഇവരുടെ അടുത്ത് തന്നെ നാണം കെടുത്തിയോ? നീ അകത്ത് എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കുന്നേ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. സിറ്റ്. അയ്യോ, കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. ഇപ്പൊ എന്ത് ചെയ്യുക നിങ്ങൾ? വെറുതെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാം മാഡം. What? അയ്യോ, സോറി മാഡം.
ഇറ്റ്സ് ഓക്കെ. ഒരു പക്ഷേ ഞങ്ങളുടെ കമ്പനി നിങ്ങളെ ജോലിക്ക് എടുക്കുവാണെങ്കിൽ എത്ര സാലറിയാണ് പ്രതീക്ഷിക്കുന്നേ? 1000 ഇല്ല 2000. 1000 2000? അയ്യോ സോറി 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 മാഡം. എന്ത് പറ്റി നിങ്ങൾക്ക്? നിങ്ങളെ കണ്ട വെള്ളം ഒടിക്കുന്നതിനെ പോലെ ഉണ്ടോ? എന്ത്? ഓ ഗോഡ്. എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് തന്നെയാണോ നിങ്ങളുടെ ജോലി? ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ? അവൾ ഇന്റർവ്യൂക്ക് പോകുമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചിരിക്കണം. ആ അത് സർട്ടിഫിക്കറ്റിനകത്തുണ്ട് മാഡം. അത് ഞങ്ങൾക്കറിയത്തില്ലേ. മഹാത്മാഗാന്ധിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ? അത് ഒക്ടോബർ 2. ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റ് അറിയും? അന്ന് ബിവറേജ് ലീവല്ലേ മാഡം? അയ്യോ ദൈവമേ, തല ചുറ്റുവാണേ. കൺഗ്രാജുലേഷൻ മാഡം. നിങ്ങൾ കൺസീവ് ആണോ? വാട്ട്? അയ്യോ ഞാൻ കൺസീവ്. സോറി കൺഫ്യൂഷൻ. അല്ല മാഡം ഞാൻ കൺസീവ്. ഇല്ല നിങ്ങൾ. അയ്യോ സോറി മാഡം, എന്തൊക്കെയോ പറയുന്നു മാഡം. സോറി. കൽപ്പന, നിങ്ങളുടെ റെക്കമെൻഡേഷൻ ആണോ? അതെ മാം. കൂട്ടിക്കൊണ്ട് പോ. വീണ്ടും എന്നാ വരേണ്ടത്? ദയവ് ചെയ്ത് വരണ്ട, പോകാൻ പറ. അയ്യോ എന്റെ കൈ വിട്ടേക്കല്ലേ. ഇതിന് വേണ്ടി തന്നെ ഇന്റർവ്യൂവിന് വരാൻ തോന്നല്ലോ.